ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ്, വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ്. കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം, നാളിതുവരെയായിട്ടും ₹1 പോലും കുടിശ്ശികയില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയാണ്. കേരളത്തിലെയും രാജ്യത്താകമാനവുമുള്ള കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന, അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു ബൃഹത് പദ്ധതി. 19 ഗഡുത്തുക, തിരിച്ചടവില്ലാത്ത 38,000 കേന്ദ്ര സർക്കാർ ഓരോ കർഷകനും നാളിതുവരെയായി വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഗഡുത്തുക എത്തുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് നോക്കുക. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ 20 ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള പാർട്ടി വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു ആനുകൂല്യം കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അത് നമുക്ക് അർഹതയുള്ള ഒരു ആനുകൂല്യമാണ്, അത് നമുക്ക് കൈപ്പറ്റാൻ സാധിക്കും. പക്ഷേ അപ്പോൾ ഒരു ഗഡുത്തുക മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 19ാമത്തെ ഗഡുത്തുക വിതരണം ചെയ്തു. ഇനി ലഭിക്കാനുള്ളത് 20ാമത്തെ ഗഡുത്തുകയാണ്. ഈ തുകയുടെ വിതരണവും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഏപ്രിൽ മെയ് മാസ കാലയളവിലേക്കായിരിക്കും ഇതിൻ്റെ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുക. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, തുക വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുകയുടെ വർധനവ് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും മുൻപ് കുടിശ്ശിക കിടക്കുന്ന തുക, ഇപ്പോൾ നമ്മൾ KYC ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിലും എയിംസിൻ്റെ പോർട്ടലുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കാത്തതിൻ്റെയൊക്കെ പേരിലും എന്തെങ്കിലുമൊക്കെ തുക നമുക്ക് മുടങ്ങിക്കിടപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗഡുത്തുക കൂടി നമുക്ക് ലഭിക്കും. വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുമോ? ആ ഒരു ആനുകൂല്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാകും. കാരണം ക്ഷേമ പെൻഷനും 2 ഗഡു ലഭിക്കും. ഈ ഒരു കിസാൻ സമ്മാൻ നിധിയും കൂടിയൊക്കെ ലഭിക്കുമ്പോൾ ₹5200 വരെ ലഭിക്കുമല്ലോ എന്നുള്ള കാര്യമാണ് പലർക്കും പറയാനുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തുകയുടെ വിതരണം ആ ഒരു സമയത്ത് ഉണ്ടാകില്ല. പക്ഷേ കോവിഡിൻ്റെയൊക്കെ സമയത്ത് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക മുൻപേറായിട്ട് തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. സാമ്പത്തികമായിട്ട് ജനങ്ങളിലേക്ക് പണം എത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു നടപടി അന്ന് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. തുക വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു 4 മാസ കാലയളവ് ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും. നമുക്ക് ഈ തുക ലഭിക്കുക എന്ന് പറയുന്നത് 4 മാസ കാലയളവിൽ ഒരു തവണയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലയളവിലാണ് തുക ലഭിക്കേണ്ടതെങ്കിൽ ഈ 4 മാസ കാലയളവിൻ്റെ അവസാനത്തെ മാസമായ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയൊക്കെയാണ് സാധാരണ രീതിയിൽ ലഭിക്കുക. അത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ആ ഒരു രീതിയിലായിരിക്കും തുകയുടെ വിതരണം ഉണ്ടാവുക. അപ്പോൾ എന്ത് തന്നെയായാലും ഏപ്രിൽ മെയ് കാലയളവിൽ തുകയുടെ വിതരണം ഉണ്ടാകും. ₹2000 നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് കാണുന്ന മുറയ്ക്ക് മറുപടി തരാം. കാരണം ഈ ഒരു ക്ഷേമ പെൻഷൻ പോലെ തന്നെ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.